നിങ്ങൾക്കെല്ലാവർക്കും നൂഡിൽസ് ഭയങ്കര ഇഷ്ടമല്ലേ? എരിയുള്ള നൂഡിൽസ് ആണെങ്കിലോ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ ഇതൊരു പുതിയൊരു നൂഡിൽസാണ് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കണ്ടത്. അപ്പം ഞാൻ അപ്പോഴേ തന്നെ അത് സിംഗിൾ പീസിൻ്റെ 2 പാക്കറ്റ് വാങ്ങിച്ചു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. അപ്പം നിങ്ങൾക്കും ട്രൈ ചെയ്യണമെങ്കിൽ പറയുക. അപ്പം ഇതാണ് അതിൻ്റെ കൂടെ കിട്ടിയ സീസണിങ്സൊക്കെ. വെജീസും ഫിയറി ഹോട്ട് സീസണിങ്. അപ്പോൾ സീസണിങ് ഒക്കെ ഇതേപോലെ വെള്ളത്തിലിട്ടതിന് ശേഷമാണ് ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഹായ് എവ്രി വൺ. അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പുതുതായിട്ടൊരു നൂഡിൽസ് ട്രൈ ചെയ്യാം. ഞാൻ ഒരുപാട് നൂഡിൽസുകൾ ട്രൈ ചെയ്യുന്ന ഒരാളാണ്. വെറൈറ്റി നൂഡിൽസുകളൊക്കെ വരുമ്പോഴത്തേക്ക് മാക്സിമം പറ്റുന്ന പോലെ പൈസ ഉള്ളതനുസരിച്ച് നൂഡിൽസുകളെല്ലാം ട്രൈ ചെയ്യും. എസ്പെഷ്യലി ഈ നല്ല എരിവുള്ള നൂഡിൽസൊക്കെ ഞാൻ ട്രൈ ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഒരു കൊറിയൻ ഫ്യൂറി ഹോട്ട് സ്റ്റൈൽ ഇപ്പിയുടെയാണ്. ഐ ഡോണ്ട് നോ അത് കൊറിയൻ ലാംഗ്വേജിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. സോ ഇതാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇത് വെജ് ഫ്ലേവറിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു സിംഗിൾ പീസ് മാത്രമാണ് ഇതിൻ്റെ അകത്തുള്ളത്. സിംഗിൾ പീസിന് 49 റുപ്പീസാണ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കുക. ഒരു പീസ് വാങ്ങിച്ച് ട്രൈ ചെയ്യാൻ പറ്റുമോ? ഞാൻ 2 പീസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് രാത്രിയിലാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പം അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. പൊതുവേ പലരും ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യമേ നൂഡിൽസ് വേവിച്ചതിന് ശേഷം പിന്നെ അതിൽ എന്താ പറയുക, ഈ പറയുന്ന പൊടി ഐറ്റംസ് അതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്ന സീസണിങ് ഐറ്റംസാണുള്ള ആഡ് ചെയ്യുന്നതാണ്. ബട്ട് ഞാൻ അത് വെള്ളത്തിൽ ഓൾറെഡി ആഡ് ചെയ്ത് വേവിച്ച് കുറച്ചൊന്ന് അത് വെന്തതിന് ശേഷമാണ് പിന്നെ നൂഡിൽസ് ആഡ് ചെയ്തത്. അപ്പോൾ നമുക്കിനി നൂഡിൽസിൻ്റെ പ്രൊസീജിയറിലേക്ക് പോവാം. ഓക്കെ, അപ്പം നമ്മളതാ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ എന്തായാലും ഈ ഐറ്റംസ് ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് സൂക്ഷിച്ചിടുക. വെള്ളം ചിലപ്പോൾ ഇത്തിരി കൂടിപ്പോയെന്ന് വരാം. പക്ഷേ എനിക്കതിൽ വലിയ ഇഷ്യൂസൊന്നുമില്ല. ഞാൻ ചിലത്ത് വെള്ളം കൂടുതൽ ഇതാക്കാറുണ്ട്, കുറവ് ഇതാക്കാറുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഇതിൽ ഓൾറെഡി കുറച്ച് വെജിറ്റബിൾസിൻ്റെയൊക്കെ കുറേയൊക്കെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാം, ആ ഒരു ഐറ്റംസിൻ്റെ. അപ്പം നിങ്ങളും അതനുസരിച്ച് നോക്കുക. വേറെ എന്തെങ്കിലും ഐറ്റംസ് ആഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷേ ഇതിൽ തന്നെ ഓൾറെഡി കുറച്ച് വെജിറ്റബിൾസിൻ്റെയൊക്കെ ഐ തിങ്ക് സോ സെലറി, പിന്നെ ഈ ഫ്രഞ്ച് ബീൻസ്, സെലറി, ഇതൊക്കെ കുറച്ച് അതിൽ വന്നിട്ടുണ്ട്. ഇതെന്തായാലും ഒന്ന് വേവട്ടെ. ഇതിൻ്റെ കുറച്ചുകൂടെ വെള്ളം കുറച്ച് വെച്ചാൽ മതി. ഞാൻ പക്ഷേ വെച്ചത് ഇത്തിരി കൂടിപ്പോയെന്നേ ഉള്ളൂ. ബട്ട് ഇറ്റ്സ് ഓക്കെ. അത് പെട്ടെന്ന് അങ്ങ് ഡ്രൈ അപ്പ് ആയിക്കോളും. നോ വറീസ്. അപ്പം ഇവിടെ നൂഡിൽസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, എന്തായാലും വേവട്ടെ. എന്തായാലും നല്ല രീതിയിൽ എരിയുള്ള നൂഡിൽസാണ്. പൊതുവേ ഒരുപാട് പേർക്ക് ഈ എരി ഭയങ്കരമായിട്ടുള്ള നൂഡിൽസൊക്കെ തിന്നാൻ ഭയങ്കര പാടൊക്കെ ആയിരിക്കും. അപ്പം ഭയങ്കര ഇഷ്യൂസുള്ളതാണ്. അതായത് സ്റ്റൊമക്കിന് ഭയങ്കര സ്റ്റൊമക്ക് നല്ല രീതിയിൽ സെൻസിറ്റീവായിട്ടുള്ള, എരിയോട് ഭയങ്കര സെൻസിറ്റിവിറ്റി ഉള്ളവർ ദയവ് ചെയ്ത് ട്രൈ ചെയ്യരുത്. വെറുതെ എരിഞ്ഞ് വാരിയിട്ട് അവസാനം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട അവസ്ഥയൊന്നും വരരുത്. സോ ട്രൈ ദിസ് അറ്റ് യുവർ ഓൺ റിസ്ക്. ഓക്കെ, ഇപ്പിയുടെ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇപ്പി ബ്രാൻഡിന് ഞാൻ ട്രൈ ചെയ്യാൻ പോണത്. ബട്ട് വേറെ കൊറിയൻ ഏതൊരു ഐ ഡോണ്ട് നോ, സോറി എനിക്ക് എൻ്റെ പേര് മറന്നുപോയി. ഞാൻ വേറെ ചില ബ്രാൻഡിൻ്റെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, നല്ല എരിയുള്ളത്. അത് സൂപ്പർബായിരുന്നു. ബട്ട് അത് ഞാൻ എന്തായാലും ഇനി അടുത്ത തവണ ട്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത് എന്തായാലും ഈ ഒരു കൊറിയൻ പൊതുവേ ഈ കൊറിയൻ നൂഡിൽസാണ് പൊതുവേ ഇത്രയും ഭയങ്കര ഏരിയായിട്ട് ഇപ്പം ഭയങ്കര കൊറിയൻ ഫ്ലേവറിങ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്പൈസിനെസ് എവറിത്തിങ്, അതൊരു കൊറിയൻ നൂഡിൽസ് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് പല പല ബ്രാൻഡിൻ്റെ. സോ നിങ്ങൾക്കും ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ എന്തെങ്കിലും കൊറിയൻ ഇതിൻ്റെ നൂഡിൽസിൻ്റെയൊക്കെ ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക. അപ്പം ഇതിപ്പം ഓവറോൾ ആയി വരുന്നതേ ഉള്ളൂ. എന്തായാലും അത് ആയി വരട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും അപ്പോഴത്തേക്ക് കാണാം. ഓക്കെ, സോ ഓൾമോസ്റ്റ് അതായത് ഡ്രൈ ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒക്കെ ഡ്രൈ അപ്പായി വരുന്നുണ്ട്. ഇച്ചിരി കൂടെ വെള്ളം കൂടെ ഡ്രൈ അപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ബൗളിലേക്ക് മാറ്റാൻ പറ്റും. ഇതിപ്പോൾ എൻ്റെ രാത്രിയത്തെ ഡിന്നറാണിത്. സംടൈംസ് ഞാൻ എപ്പോഴും നൂഡിൽസ് കൺസ്യൂം ചെയ്യുന്ന ഒരാളല്ല. നേരത്തെ ഞാൻ നൂഡിൽസിൻ്റെ കാര്യം പറയുമ്പം
നിങ്ങൾ വിചാരിക്കും എപ്പോഴും നൂഡിൽസ് കൺസ്യൂം ചെയ്യുന്ന ഒരാളാണ്. എപ്പോഴും കൺസ്യൂം ചെയ്യൂല, പക്ഷേ ചില സമയത്ത് തോന്നുകയാണെങ്കിൽ കഴിക്കും, ചിലത് കഴിക്കത്തില്ല, അത്രേ ഉള്ളൂ. അതൊരു ഡെയിലി ഫുഡ് ഐറ്റമായിട്ടൊന്നും ഇതാക്കരുത്. പിന്നെ കുട്ടികൾക്ക് ദയവ് ചെയ്ത് ഈ ഒരു നൂഡിൽസ് എസ്പെഷ്യലി ഇങ്ങനത്തെ എരിയുള്ള ടൈപ്പ് നൂഡിൽസ് കൊടുക്കുകയും ചെയ്യരുത്. ഡോണ്ട്, ബിക്കോസ് അത് അവരെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. വലിയവർക്ക് തന്നെ ഇത് ഒരുപാട് എരിയോട് ഒരുപാട് സെൻസിറ്റിവിറ്റി ഉള്ള ആളുകളാണെങ്കിൽ ദയവ് ചെയ്ത് അടുത്തുകൂടെ പോകുമ്പോൾ തന്നെ എന്താ പറയുക, ദേഹം തടവി ഓടുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് ട്രൈ ചെയ്യരുത്. വായിക്കും, ഫുഡ് പൈപ്പിനും വയറിനും ഒക്കെ ഇഷ്യൂസ് വരുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് ഇത് ട്രൈ ചെയ്യരുത്. ഇതെന്നല്ല ഒരു ടൈപ്പ് ഓഫ് എരിയുള്ള നൂഡിൽസോ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസോ ട്രൈ ചെയ്യാതിരിക്കുക. വെറുതെ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂ വരുത്താതിരിക്കുക. കുട്ടികൾ എസ്പെഷ്യലി ഇതെന്നല്ല, കുട്ടികൾക്ക് കഴിവതും നൂഡിൽസ് ഐറ്റംസ് കൊടുക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഞാനിത് ഓഫ് ചെയ്തു. ഈ ബൗളിലേക്ക് മാറ്റാം. സോ ഇതാണ് നമ്മൾ ഉണ്ടാക്കി വന്ന ഒരു ലുക്ക്. കളർ ഒരു ഇച്ചിരി ഡാർക്ക്നെസ് ഉണ്ട്, ഒരു എരിയുടെ ഒരു ചെറിയൊരു റെഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് തിന്നു നോക്കുമ്പോൾ അറിയാം എങ്ങനെയുണ്ടെന്ന്. അപ്പം ഞാനൊന്ന് തിന്നു നോക്കട്ടെ. ഓക്കെ, കുറേശ്ശെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് 2-3 പിടിയും കൂടെ തിന്നു നോക്കാം. ഈ ഒരു സമയത്ത് എനിക്ക് വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നു. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചേച്ചി വേറെ കാര്യങ്ങളിങ്ങനെ ചോദിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വോയിസ് ഓവറൊക്കെ കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ നൂഡിൽസ് കുഴപ്പമൊന്നുമില്ല, കുറച്ച് എരിയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഓവറോൾ ടെക്സ്ചർ വൈസും എല്ലാം ഓക്കെ ആയിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല. എരി പക്ഷേ ഞാൻ വിചാരിച്ച അത്രയും ഇല്ല. അപ്പം ഞാനൊരു 3-4 പിടിയൊക്കെ ഓൾറെഡി കഴിച്ചായിരുന്നു. ഭയങ്കര എരിയായിട്ട് ഇത് തോന്നുന്നില്ല. ആക്ച്വലി ഞാൻ മുന്നേ കഴിച്ചിട്ടുള്ള കൊറിയൻ നൂഡിൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് എരിയൊന്നുമില്ല. ഞാൻ എൻ്റെ ചേച്ചിയുടെ കുട്ടിയാണ് പുറകെ വന്ന് നിൽക്കുന്നത്, നെയ്ല. ഒരു ഹായ് കാണിച്ചേ നെയ്ല. ഞാൻ പിന്നെ കഴിക്കുന്ന സമയത്ത് കണ്ണ് ഒരുമാതിരി ആക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു കണ്ണിന് കുഴപ്പമുണ്ട്. അപ്പോൾ ഞാൻ ഫുഡ് വായിൽ വയ്ക്കാൻ വേണ്ടി വാ തുറക്കുന്ന സമയത്ത് എൻ്റെ കണ്ണൊരെണ്ണം ഓട്ടോമാറ്റിക്കലി കുറച്ച് വലുതാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് കണ്ണൊരുമാതിരി ചുരുക്കി പിടിച്ചിരുന്നത്. പിന്നെ കുറച്ച് ഇത്തിരി ഒന്ന് ചെറുതാക്കി പിടിച്ചിരുന്ന് കഴിക്കുന്നത്. സോ എരിയുടെ ഇത് വെച്ചിട്ട് ഓക്കെ ആണെങ്കിൽ ഭയങ്കര എക്സ്ട്രീം എരിയൊന്നുമല്ല, നമുക്ക് സഹിക്കാൻ പറ്റുന്ന എരിയൊക്കെ ഉള്ളൂ. കാരണം ഞാൻ കഴിച്ചിട്ടുള്ള വേറെ ബ്രാൻഡിൻ്റെ കൊറിയൻ നൂഡിൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഹോട്ട് ആൻഡ് സ്പൈസി ആയിട്ടുള്ള കൊറിയൻ നൂഡിൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പിയുടെ ഈ ഒരു ബ്രാൻഡിൻ്റെ ഒരു സ്പൈസിനെസ് നമുക്ക് സഹിക്കാൻ പറ്റുന്ന സ്പൈസിനെസ്സേ ഉള്ളൂ. സോ സ്പൈസിനെസ്സിൻ്റെ കേസിൽ എൻ്റെ ഒരു ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന 10-ൽ മേബി ഒരു എന്താ പറയുക 6 സ്പൈസിനെസ് 6 മാർക്സാണ് കൊടുക്കുന്നത് ഔട്ട് ഓഫ് 10. പിന്നെ ഒരു ടേസ്റ്റ് ബാക്കി എല്ലാ കാര്യങ്ങളിലും എവറിത്തിങ് ഈസ് ഓക്കെ, 10 ഔട്ട് ഓഫ് 10. സ്പൈസിനെസ് ഞാൻ പ്രതീക്ഷിച്ചത് ഇത്രയല്ല, ഇതിനേക്കാളും അപ്പുറമാണ് ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷേ അത്രയും എത്തിയില്ല. സോ ഓൺലി മേ ബി ഒരു 6. ഓക്കെ തന്നെ. അപ്പം നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. ആമസോണിൽ ഇതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. പിന്നെ വേറെ ഏതെങ്കിലും ബ്രാൻഡ്സിൻ്റെ വല്ല സ്പൈസി നൂഡിൽസും ആമസോണിലെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഓക്കെ ദെൻ ബൈ ഗൈസ്. നീ അടുത്ത തവണ ഏത് ഐറ്റം എളുപ്പമായിട്ടുള്ള ഐറ്റം പറയണം, എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ സെലക്ട് ചെയ്തിട്ട് ഏതാണെന്ന് വെച്ചാൽ ട്രൈ ചെയ്തിട്ട് വീഡിയോ ഇടാം. ഓക്കെ.